പാപങ്ങൾ നീക്കുവാൻ, ശാപങ്ങൾ പോക്കുവാൻ കാൽവരി ക്രൂശിൽ ഏറിതാൻ. പാപങ്ങൾ നീക്കുവാൻ, ശാപങ്ങൾ പോക്കുവാൻ കാൽവരി ക്രൂശിൽ ഏറിതാൻ. വൈരിയാം സാത്താന്റെ സർവായുധങ്ങളെ വയ്പ്പിച്ചു സ്വാതന്ത്ര്യം നൽകിതാൻ. വൈരിയാം സാത്താന്റെ സർവായുധങ്ങളെ വയ്പ്പിച്ചു സ്വാതന്ത്ര്യം നൽകിതാൻ. എന്നും വാഴ്ത്തിയിടണം, എന്നും വാഴ്ത്തിയിടണം, എന്നും വാഴ്ത്തിയിടണം നമ്മെ വീണ്ടെടുത്ത പൊന്നേശുവിനെ, നമ്മെ വീണ്ടെടുത്ത പൊന്നേശുവിനെ. എന്നും വാഴ്ത്തിയിടണം, എന്നും വാഴ്ത്തിയിടണം, എന്നും വാഴ്ത്തിയിടണം നമ്മെ വീണ്ടെടുത്ത പൊന്നേശുവിനെ, നമ്മെ വീണ്ടെടുത്ത പൊന്നേശുവിനെ. ഒരു വാക്യം വായിക്കാം. ചില വാക്യങ്ങൾ 1 യോഹന്നാൻ അതിന്റെ 3-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 3:1 മുതൽ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായ്ക കൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമാകയില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവൻ എല്ലാ അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്നു നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവദൂതൻ പ്രത്യക്ഷനായി. ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുന്നതുമില്ല. ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഇവിടെ യോഹന്നാൻ എന്റെ ലേഖനം, യോഹന്നാൻ ഇവിടെ പറയുന്നത്, നമ്മൾ 1 തൊട്ടുള്ള 10 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 കൂട്ടരെ പറ്റി പറയാണ്. ഒന്ന് പിശാചിന്റെ മക്കൾ, ഒന്ന് ദൈവത്തിന്റെ മക്കൾ. 2 കൂട്ടരുണ്ട്. ഒന്ന് പിശാചിന്റെ മക്കളും ദൈവത്തിന്റെ മക്കളും. എന്നിട്ട് ഈ പിശാചിന്റെ മക്കളും ദൈവത്തിന്റെ മക്കളും തമ്മിലുള്ള വ്യത്യാസം, ഇല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത് എന്നുള്ളത് പറയുകയാണ്. അതാണ് താഴേക്ക് വരുമ്പോൾ പറയുന്നത്. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവനിൽ വസിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ 8-ാമത്തെ വാക്യം പറയാണ്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. അപ്പോൾ അതിന് മുകളിൽ പറയാണ്, അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. 2 കൂട്ടരെ പറ്റി പറഞ്ഞിട്ട് അവരെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്, പിശാചിന്റെ മക്കളെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്, ദൈവത്തിന്റെ മക്കളെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് വായിക്കുമ്പോൾ യോഹന്നാൻ വളരെ ക്ലിയർ ആയിട്ടും വളരെ പ്ലെയിൻ ആയിട്ടും ചില കാര്യങ്ങൾ പറയുകയാണ്. എങ്ങനെയാണ് ദൈവമക്കൾ, ആരാണ് ദൈവമക്കൾ, എങ്ങനെയാണ് ദൈവമക്കളാകുന്നത്, എങ്ങനെയാണ് പിശാചിന്റെ മക്കൾ, എങ്ങനെയാണ് പിശാചിന്റെ മക്കളെയും ദൈവമക്കളെയും തിരിച്ചറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്, ഒന്ന്, നീതി പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ മകനാകുന്നു എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പറയുമ്പോൾ പറയാണ്, പാപം പ്രാക്ടീസ് ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. ഇതാണ് 2 കാര്യങ്ങളായിട്ട് പറയുന്നത്. 7-ാമത്തെ വാക്യം പറയാണ്, അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാൻ ആകുന്നു. അടുത്ത വാക്യത്തിൽ പറയാണ്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു.
ഈ രണ്ട് വാക്യങ്ങളിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: എവരി വൺ ഹു പ്രാക്ടീസസ് സിൻ ഓൾസോ പ്രാക്ടീസസ് ലോലെസ്നെസ്. പാപം പ്രാക്ടീസ് ചെയ്യുന്നവൻ, അന്നേരം പാപത്തിൽ തുടർച്ചയായി ജീവിക്കുന്ന ഒരുത്തൻ, പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി, അവൻ പിശാചിന്റെ മകനാണ് എന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. ഇത് പാപത്തിലൊരിക്കൽ വീഴുന്ന വ്യക്തിയെ പറ്റിയല്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ, അല്ലെങ്കിൽ 2-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ യോഹന്നാൻ ദൈവമക്കളുടെ പറയാണ്, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. നേരം അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരുത്തൻ പാപം ചെയ്യുകയാണെങ്കിൽ, ഒരുത്തന്റെ ജീവിതത്തിൽ പാപം വരികയാണെങ്കിൽ അവൻ പാപം യേശുക്രിസ്തു പ്രായശ്ചിത്തമായിട്ടുള്ളതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് പാപം അവന്റെ അടുത്ത് ഏറ്റുപറഞ്ഞ് അവൻ കഴുകൽ പ്രാപിക്കണം എന്ന് പറയാണ്. അതിന്റെ 1:9 പറയാണ്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. അന്നേരം പാപത്തിൽ വീഴുന്ന ദൈവമകനെ പറ്റിയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പാപം പ്രാക്ടീസ് ചെയ്യുന്നവനെ പറ്റിയാണ്, പാപത്തിൽ തുടരുന്നവനെ പറ്റിയാണ്. പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണെന്ന് ക്ലിയർ ആയിട്ട് പറയാണ്. അതേപോലെ തന്നെ വല്ലപ്പോഴും നീതി വല്ലതും ചെയ്യുന്നവൻ ദൈവത്തിന്റെ മകനാണെന്നല്ല പറയുന്നത്, നീതി കണ്ടിന്യൂസ് ആയി പ്രാക്ടീസ് ചെയ്യുന്നവൻ, ദൈവത്തിന്റെ റൈച്ചസ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നവനാണ് ദൈവത്തിന്റെ മകൻ. അതാണ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഒന്നുകൂടി ഞാനൊന്ന് വിശദീകരിക്കാം. തുടർച്ചയായി പാപം പ്രാക്ടീസ് ചെയ്യുകയും പാപത്തിൽ തുടരുകയും വല്ലപ്പോഴും നീതി ചെയ്യുകയും ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. എന്നാൽ തുടർച്ചയായി നീതി ചെയ്യുന്നവൻ അവനാണ് ദൈവത്തിന്റെ മകൻ. ഇതാണ് തെളിവ്. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ് എന്നുള്ളത് അതിന്റെ ഇടയിൽ കർത്താവ് പറയുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ പറയാണ്, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല. 2-ാമത് യേശുക്രിസ്തു വന്നതിന്റെ വേറൊരു കാര്യം പറയാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശുക്രിസ്തു വന്നതിന്റെ കാര്യം ഇതിന്റെ ഇടയിൽ പറയാണ്, പാപങ്ങളെ നീക്കുവാനായിട്ടാണ് അവൻ വന്നത്. പിന്നെ 2-ാമത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനായിട്ടാണ് അവൻ വന്നത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ മക്കളായിട്ടുള്ള വ്യക്തികളെ അതിൽ നിന്ന് ഫ്രീ ആക്കി വിടുവിച്ചിട്ട് നീതി പ്രാക്ടീസ് ചെയ്യുന്നവരായി ദൈവത്തിന്റെ സ്വഭാവം കണ്ടിന്യൂസ് ആയി പ്രദർശിപ്പിക്കുന്നവരാക്കി തീർക്കാനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. നേരം പാപം പ്രാക്ടീസ് ചെയ്യുന്നവൻ പിശാചിന്റെ ക്യാരക്ടറാണ് അവൻ വെളിപ്പെടുത്തുന്നത്. അവൻ പിശാചിന്റെ മകനാണെങ്കിൽ, നീതി റൈച്ചസ്നെസ് നമ്മുടെ സ്വയനീതിയല്ല, ദൈവത്തിന്റെ റൈച്ചസ്നെസ് നമ്മളിൽ വരികയും ആ റൈച്ചസ്നെസ്സിനെ തുടർച്ചയായി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മക്കളാണെന്നുള്ളത് തെളിയുകയാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ മക്കളായിരുന്നും പിശാചിന്റെ മക്കളായിരുന്നും ഇതിനാൽ തെളിയുന്നു, ഇതിനെ തെളിയിക്കപ്പെടുകയാണ്. യേശുക്രിസ്തു വന്നത് എന്തിനാണെന്നുള്ളത് പറയാണ്, പാപങ്ങളെ നീക്കുവാനായിട്ടും പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനായിട്ടും. അതായത് പാപം പ്രാക്ടീസ് ചെയ്യുന്നവന്റെ ജീവിതത്തിൽ നിന്ന് പാപം നീക്കി അവനെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് പിശാച് കെട്ടിയിരിക്കുന്ന കെട്ടിനെ അഴിച്ചവനെ സ്വതന്ത്രനാക്കി അവനെ നീതി പ്രാക്ടീസ് ചെയ്യുന്നവനാക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാപം പ്രാക്ടീസ് ചെയ്യുന്നവൻ, പാപത്തിൽ തുടരുന്നവൻ, പാപം കണ്ടിന്യൂ ചെയ്യുന്നവൻ ആരാണ് എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം 8:32 യേശുക്രിസ്തു അവിടെയും പറയുന്നുണ്ട്. യോഹന്നാൻ 8:32 പറഞ്ഞിരിക്കുന്നത്, അവിടെ പറയുന്നത് പാപം പ്രാക്ടീസ് ചെയ്യുന്നവൻ, അല്ലെങ്കിൽ പാപം ചെയ്യുന്നവൻ. വായിച്ചു, താഴോട്ട് വായിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. അങ്ങനെ പാപം ചെയ്യുന്നവനെ പറ്റി 2 പേര് കർത്താവ് പറയാണ്. ഒന്ന്, അവൻ പിശാചിന്റെ മകനാണ്. 2, അവൻ പാപത്തിന്റെ അടിമയാണ്, പാപത്തിന്റെ ദാസനാണ്. അതേ കാര്യം തന്നെ അതിന്റെ 44-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വീണ്ടും യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അന്നേരം വളരെ ക്ലിയർ ആണ്, ഒരു വ്യക്തി പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവൻ പിശാചിന്റെ മകനാണ് എന്നുള്ളത് തെളിയിക്കപ്പെടുകയാണ്. അവൻ പാപത്തിന്റെ അടിമയാണെന്നുള്ളതും അവൻ പിശാചിന്റെ മകനാണെന്നുള്ളതും 2 വാക്യമാണ് യേശുക്രിസ്തു പറഞ്ഞത്, യോഹന്നാനും പറഞ്ഞത്. അവൻ പാപത്തിന്റെ അടിമയാണ്, 2 അവൻ പിശാചിന്റെ മകനാണ്. അത് തെളിയിക്കപ്പെടുകയാണ്. അവന്റെ പിശാചിന്റെ പ്രവർത്തികളെ ഇവൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതിലൂടെ അവന്റെ ജീവിതത്തിൽ, അവന്റെ വീട്ടിൽ, ബാക്കിയുള്ളവരുടെ മുമ്പിൽ. ശ്രദ്ധിക്കണം, പറയുന്നത് ശ്രദ്ധിക്കണം. ഇങ്ങോട്ട്
ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാ കാര്യങ്ങളിലും കൂടി ഇവൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന, അവനെ നിയന്ത്രിക്കുന്ന അവന്റെ മാസ്റ്ററിനെയാണ് അവൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവപുത്രൻ വന്നത് അവനെ വിടുവിക്കുവാനായിട്ടാണ്. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇതാണ് ഗോസ്പലിന്റെ മെസ്സേജ്. ദൈവപുത്രൻ പ്രത്യക്ഷനായത് പാപങ്ങളെ നീക്കുവാനായിട്ടാണ്. ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനായിട്ടാണ്. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാനായിട്ടാണ്. മാത്രമല്ല, വിടുവിച്ച മനുഷ്യനെ നീതി പ്രാക്ടീസ് ചെയ്യുന്നവനായിട്ട്, ദൈവത്തിന്റെ സ്വഭാവമായിട്ടുള്ള റൈച്ചസ്നെസ്സിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഇവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ പാപത്തിന്റെ അടിമയായിട്ടല്ല സൃഷ്ടിച്ചത്, മറിച്ച് ദൈവത്തിന്റെ ദാസനായിട്ടാണ്. ദൈവത്തിന്റെ റൈച്ചസ്നെസ്സിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന മനുഷ്യനായിട്ടാണ് അവനെ ദൈവം സൃഷ്ടിച്ചത്. വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1:26-28 വാക്യങ്ങൾ, സങ്കീർത്തനം 8:5, എബ്രായ ലേഖനം 2:6. ഈ വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഇതിനു മുമ്പ് പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. അവിടെ 3 വാക്യങ്ങളിലും 3 പുസ്തകങ്ങളിലും ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ, അവന്റെ കീഴിൽ സകലവും അവന്റെ കാൽ കീഴിൽ, അവനെ റൂളറായിട്ട് സകലത്തെയും വാഴുവാനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ അവൻ അടിമയായിരുന്നില്ല, അവൻ പാപത്തിന്റെ ദാസനായിരുന്നില്ല, അവൻ പിശാചിന്റെ അടിമയായിരുന്നില്ല, പിശാചിന്റെ സ്വഭാവത്തെ മാനിഫെസ്റ്റ് ചെയ്യായിരുന്നില്ല. അവൻ ദൈവത്തിന്റെ സ്വഭാവത്തെയും സാദൃശ്യത്തെയും, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ റൈച്ചസ്നെസ്സിനെ മാനിഫെസ്റ്റ് ചെയ്യായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആദത്തിന്റെ വീട്ടിലേക്ക് ഒരു വ്യക്തി കടന്നു ചെല്ലുകയാണെന്ന് വെച്ച് ഒരു വ്യക്തി ചെന്നു കഴിഞ്ഞാൽ അവന് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ റൈച്ചസ്നെസ് എന്താണ് എന്ന് ഒരു മനുഷ്യനെ അറിയണമെങ്കിൽ, ഇല്ലെങ്കിൽ അന്ന് ആദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇല്ലെങ്കിൽ വേറൊരു അന്യഗ്രഹ ജീവികളുടെ അടുത്ത് ഒരു വാർത്ത ചെല്ലുകയാണെന്ന് വെച്ചു, ദൈവത്തിന്റെ റൈച്ചസ്നെസ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആദത്തിന്റെ വീട്ടിലോട്ട് പോയാൽ മതി എന്ന് പറയും. ആദത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദത്തിന്റെ ഭാര്യയെടുത്ത് സംസാരിക്കുന്നത്, ആദത്തിന്റെ മക്കളുടെ അടുത്ത് ഇടപെടുന്നത്, ആദത്തിന്റെ ജോലി സ്ഥലം, എല്ലാ കാര്യങ്ങളിലും പുറത്തു നിന്നൊരു വ്യക്തി വന്ന് കാണുമ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തി കാണുന്നത് എന്താണ്? ദൈവത്തിന്റെ റൈച്ചസ്നെസ്, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് കാണാൻ കഴിയും. അന്നേരം ദൈവത്തെ കാണാനായിട്ട് എവിടെയും പോകണ്ട, എവിടെ പോയാൽ മതി? ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ദൈവ സ്വഭാവം വെളിപ്പെടുത്തുന്ന മനുഷ്യന്റെ വീട്ടിൽ പോയാൽ മതി. ഇതാണ് ദൈവത്തിന്റെ ഒറിജിനൽ സൃഷ്ടിയിലുള്ളത്. ഇനി മനുഷ്യൻ എത്രമാത്രം വീണു എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. വീണ ഒരു മനുഷ്യന്റെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണ് എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറിയാം അവന്റെ മാസ്റ്റർ ആരാണ്. ഇനി വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ദൈവമക്കളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ വെളിപ്പെടും അവർ പ്രൊഫസ് ചെയ്യുന്ന രീതിയിൽ അവരുടെ മാസ്റ്റർ യേശുക്രിസ്തു ആണോ അതോ പിശാചാണോ എന്നുള്ളത്. അവരവരുടെ ഭാര്യയെടുത്ത് സംസാരിക്കുന്ന രീതിയിൽ, ഭർത്താവിന്റെ അടുത്ത് ഇടപെടുന്ന രീതിയിൽ, മക്കളുടെ അടുത്ത് ഇടപെടുന്ന രീതിയിൽ, അവരുടെ ജീവിത രീതിയിൽ എല്ലായിടത്തും മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അവരുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ഏതാണെന്നുള്ളത്. ഞാൻ അതിലേക്ക് വരാം. ആദ്യം ഞാൻ പറഞ്ഞത് ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒറിജിനലി ദൈവത്തിന്റെ സ്വഭാവമായിരുന്നു അവർ മാനിഫെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ദൈവത്തിന്റെ ദാസനായിരുന്നു അവരെങ്കിൽ, അവർ വീഴ്ച പറ്റിയപ്പോൾ അവർ പിശാചിന്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം അവർ പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോയി. ഞാൻ ഡീറ്റെയിൽ വാക്യങ്ങളിലേക്ക് എടുക്കുന്നില്ല, അനേകയിടത്ത് പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പിശാചിന്റെ നേച്ചറാണ്. നിങ്ങൾ ബോഷ്ക്ക് പറയുമ്പോൾ നിങ്ങൾ ബോഷ്കിന്റെ അപ്പനായിട്ടുള്ള പിശാചിനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കൂടി അതാണ് മാനിഫെസ്റ്റ്. നിങ്ങൾ പറയുന്നത് അബ്രഹാമിന്റെ സന്തതി എന്നാണ്, നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇന്ന ചർച്ചയിൽ വരുന്നതെന്നാണ്. പക്ഷെ ബൈ യുവർ നേച്ചർ, നിങ്ങളുടെ പ്രവൃത്തികളിൽ കൂടി നിങ്ങൾ വെളിപ്പെടുത്തുന്നു ആരാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുള്ളത്. എന്നിട്ട് ഇത് ദൈവത്തിന് മനുഷ്യൻ വീണ് കഴിഞ്ഞപ്പോൾ, മനുഷ്യൻ ഇതിനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഇവനെ വിടുവിക്കണം. ന്യായപ്രമാണത്തിൽ കൂടി അതിന് കഴിയാതിരുന്നപ്പോൾ യേശുക്രിസ്തു പുത്രൻ ഈ ഭൂമിയിൽ വന്നിട്ട് അവനെ വിടുവിക്കുകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ യു വിൽ ബി ഫ്രീ ഇൻഡീഡ്, നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നേരെ ഞാൻ ആദ്യമേ പറഞ്ഞു, പാപം പ്രാക്ടീസ് ചെയ്യുന്ന പിശാചിന്റെ അടിമയായ മനുഷ്യനെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചിട്ട് അവനെ
നീതി പ്രാക്ടീസ് ചെയ്യുന്നവനാക്കാനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. വീണുപോയ മനുഷ്യന് അടിസ്ഥാനപരമായി 3 പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. 3 ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് എനിക്കിന്ന് സമയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി വീണുപോയ പിശാചിന്റെ അടിമയായി പോയ മനുഷ്യന് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ളത്, യേശുക്രിസ്തുവിന് മാത്രം പരിഹരിക്കാൻ കഴിയുന്നതും ന്യായപ്രമാണത്തിന് പരിഹരിക്കാൻ കഴിയാതിരുന്നതുമായ 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനമായിട്ട് അവന്റെ പാപങ്ങളെ നീക്കുക എന്നുള്ളതാണ്. പഴയ നിയമയാഗങ്ങൾക്ക് അവന്റെ പാപങ്ങളെ നീക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പാപമോചനം എന്ന വീണ്ടെടുപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ അത് വിശദമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഞാൻ അതിന്റെ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. ഒന്ന്, അവന്റെ പാപങ്ങളെ നീക്കുക എന്നുള്ളതാണ്. 2, ഇവനെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുക എന്നുള്ളതാണ്. 3, ഇവനിൽ കൂടി ദൈവത്തിന്റെ റൈച്ചസ്നെസ് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. 3 കാര്യങ്ങൾ. ഈ 3ഉം ന്യായപ്രമാണം കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ 3 കാര്യങ്ങളും ക്രൂശിൽ യേശുക്രിസ്തു സാധിച്ചു. യഥാർത്ഥത്തിലുള്ള ക്രൂശിന്റെ മെസ്സേജ് ഒരു വ്യക്തി റിയലായിട്ട് എംബ്രേസ് ചെയ്യുമ്പോൾ, അതവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ഈ 3 കാര്യങ്ങളിലും ഒരുമിച്ച് ഇല്ലെങ്കിൽ 3 കാര്യങ്ങളിലും അവന് വിടുതൽ കാണും. 3 ദൈവത്തിന്റെ ഉദ്ദേശം ഇവനെ പൂർണ്ണമായിട്ട് സ്വതന്ത്രനാക്കുകയും ദൈവത്തിന്റെ റൈച്ചസ്നെസ് ഇവനിൽ കൂടി വെളിപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഈ ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കി, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ആണ് ഒരു വീണ്ടെടുപ്പിൽ കൂടി അവന്റെ പാപങ്ങൾ എന്നേക്കുമായി മോചിക്കപ്പെടുന്നു, അല്ലെ? അതാണ് പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 കാര്യങ്ങളും ഒരു മനുഷ്യരിൽ കൂടി വെളിപ്പെടാതിരിക്കാനായിട്ട് പിശാചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പിശാചും തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മനുഷ്യൻ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് സ്വതന്ത്രനാവരുത്. ഇവൻ എവിടെയെങ്കിലും വെച്ചിട്ട് ഇവനെ കൊടുക്കണം. ഒന്നുകിൽ ഇവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാതിരിക്കണം, ഇവൻ യേശുക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കണം. 2, രണ്ടാമത്തത് ഇവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാവരുത്. 3, അതുമല്ലെങ്കിൽ ഇവന്റെ ജീവിതത്തിൽ കൂടി റൈച്ചസ്നെസ് വെളിയിലേക്ക് വരരുത്. ഇതിൽ എവിടെയെങ്കിലും വെച്ച് പിശാച് ഇവനെ കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. യേശുക്രിസ്തു ഇത് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദൈവവചനം പ്രസംഗിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടതെന്നും പിശാച് എന്തിനെയാണ് തടയാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ പെട്ടെന്ന് വായിക്കാം. ഞാൻ രാവിലെ ഇംഗ്ലീഷ് മീറ്റിംഗിൽ പറഞ്ഞപ്പോഴും സംസാരിച്ചാണ്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ ലൂക്കോസിന്റെ സുവിശേഷം അത് തന്നെ ഉപമ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു ഒരു ഉപമ പറയുകയാണ്. ആ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമയാണ്. ആ ഉപമ യേശുക്രിസ്തു വിശദീകരിക്കുകയാണ്. യേശുക്രിസ്തു ഈ ഉപമയായിട്ട് കാര്യങ്ങളെ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അവിടെ താഴെ പറയുന്നുണ്ട്. യേശുക്രിസ്തു ഉപമ പറഞ്ഞതിന് 2 കാരണമുണ്ട്. 2 കാരണം. ഒന്ന്, യേശുക്രിസ്തുവിന്റെ പ്രസംഗം കേൾക്കാൻ വന്നവർ വേദശാസ്ത്രികളായിരുന്നില്ല മിക്കവരും. സാധാരണപ്പെട്ട മുക്കുവന്മാരും ചുങ്കക്കാരും പാപികളുമായിരുന്നു. എന്നാൽ ഇവർക്ക് മനസ്സിലാകണമെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകത്തുള്ളൂ. എന്നാൽ ഇവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഉപമകളായിട്ട് സംസാരിച്ചത്. 2, യേശുക്രിസ്തു ഉപമകളായിട്ട് സംസാരിച്ചതിന് വേറൊരു കാരണമുണ്ട്. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്നുള്ളത്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതെ ഇരിക്കുവാനും കേട്ടിട്ടും ഗ്രഹിക്കാതെ ഇരിക്കുവാനും ഉപമകളായിട്ടത്രേ. അന്നേരം ഒന്ന്, സിമ്പിളായി കർത്താവിനെ സീക്കാനായിട്ട് വരുന്ന ആൾക്കാർക്ക് മനസ്സിലാകാനായിട്ട് കർത്താവ് ഉപമ പറഞ്ഞു. 2, കർത്താവിനെ റിയലായിട്ട് ഫോളോ ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്ക് മനസ്സിലാകാതിരിക്കാനായിട്ട് ഉപമകൾ പറഞ്ഞു. കാരണം ഈ ഉപമ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവത്തില്ല. അന്നേരം റിയലായിട്ടും കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യും? കർത്താവിന്റെ അടുക്കൽ വന്ന് ഈ ഉപമയുടെ പൊരുൾ ചോദിക്കും. അതാണ് നമ്മൾ മേളത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 9-ാമത്തെ വാക്യത്തിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് ഈ ഉപമ എന്ത് എന്ന് ചോദിച്ചതിന് അവൻ വിശദീകരിക്കുകയാണ്. അന്നേരം ദൈവവചനം പ്രസംഗിക്കുമ്പോൾ കർത്താവിന് 2 ഉദ്ദേശം ഉണ്ടായിരുന്നു. 2 ഉദ്ദേശം ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എല്ലാവരും കേട്ട് പ്രസംഗം കേട്ട് പോകണമെന്നല്ല. 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കർത്താവിന്റെ അടുക്കൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കൂടുതൽ ചോദിക്കും. അവർക്ക് അന്നേരം കർത്താവിന് ഇത് വിശദീകരിച്ചു കൊടുക്കാം. ഇനി താല്പര്യമില്ലാത്തവൻ, കേട്ടിട്ട് മനസ്സിലാകാത്തവൻ വന്ന വഴിയെ പോകും. ഇവൻ മനസ്സിലായാലും തലയാട്ടി പോകും, മനസ്സിലായില്ലെങ്കിലും. അന്നേരം താല്പര്യമില്ലാത്തവർ പോട്ടെ, താല്പര്യമുള്ളവർ അടുത്ത് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ കേട്ടിട്ട് അവർക്ക് ഗ്രഹിക്കാതിരിക്കാനായിട്ടാണ് ഉപമകൾ പറഞ്ഞത്. അന്നേരം ചില ആൾക്കാർ, എപ്പോഴും ഞാനും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്,
ദൈവവചനം സംസാരിക്കുമ്പോൾ നമ്മളൊരു ക്രൗഡിന്റെ അടുത്താണ് പലപ്പോഴും സംസാരിക്കുന്നത്. എന്നാൽ അതിലൊരു ചെറിയ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മാത്രമേ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാവർക്കും ഒന്നും എല്ലാം മനസ്സിലാവത്തില്ല. എന്നാൽ മനസ്സിലാകാത്ത എല്ലാവരും ഒന്നും നമ്മുടെ അടുത്ത് വരത്തുമില്ല. ചില ആൾക്കാർ അതേപോലെ തന്നെ പോകും. പിന്നീട് നമുക്ക് മനസ്സിലാവും ഇവരുടെ സംസാരിക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ല എന്നുള്ളത്. ഇനി ഒരു ഗ്രൂപ്പ് കർത്താവിന്റെ അടുക്കലേക്ക് വരികയാണ്. അവരുടെ അടുത്ത് കർത്താവ് ഇത് വിശദീകരിക്കുകയാണ്. ദൈവവചനത്തിൻ കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ ദൈവവചനം കേൾക്കുമ്പോൾ ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ദൈവവചനം കേൾക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ട് അതിനെതിരെ പിശാച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും പറയാണ്. അതാണ് വിശദീകരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം. നേരം ദൈവവചനം പ്രസംഗിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വഴികേരികയുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കുവാൻ പിശാച് വന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. നേരെ ദൈവവചനം പ്രസംഗിക്കുന്ന ദൈവസഭയിൽ ആരാണ് പ്രസന്റ് ആയിട്ടുള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം പറയുന്നതാണ് 2-3 പേർ കൂടി വരുന്നവരത്തൊക്കെയും ആരുണ്ട്? കർത്താവുണ്ട്. എന്നാൽ ഈ 2-3 പേര് കൂടി വരുന്ന ദൈവവചനം പ്രസംഗിക്കുന്നത് എല്ലാം പ്രസന്റ് ആയിട്ട് ഒരാളുണ്ട്. വേറെ ഒരാളുണ്ട്. ആരാണെന്നറിയാമോ? പിശാചുണ്ട്. ഇപ്പൊ ഇവിടെ ഹീസ് പ്രസന്റ് ആണെന്ന് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ദൈവവചനം ശ്രദ്ധിക്കുന്നില്ലെങ്കിലും പിശാച് അത് ശ്രദ്ധിക്കുന്നുണ്ട്. പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. എന്താണ് പ്രവർത്തിക്കുന്നത് അറിയാമോ? ചില ആൾക്കാരുടെ ഹൃദയത്തിലേക്ക് ഈ ദൈവവചനം കൊണ്ട് വീഴുമ്പോഴേക്കും പിശാച് അവിടെ നിൽക്കുകയാണ് ഇത് എടുത്തുകൊണ്ട് പോകാൻ. കാരണം കേട്ട് അവർ ഗ്രഹിക്കാതിരിക്കുവാൻ, കേട്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കുവാൻ പിശാച് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തുകൊണ്ട് പോകും. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ആൾക്കാരുടെ ഹൃദയത്തിൽ പോലും ഇത് കയറുന്നില്ല. പല പല കാര്യങ്ങളിലാണ് ആൾക്കാരുടെ മനസ്സ് പോകുന്നത്. എനിക്കറിയാവുന്ന കാര്യമാണിത്. അത് എക്സ്പെക്റ്റഡ് ആണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ദൈവം എപ്പോഴും സംസാരിക്കുന്നത്. കാരണം പിശാച് പ്രവർത്തിക്കുന്നുണ്ട് എന്നും പിശാച് ചില ആൾക്കാരുടെ ഹൃദയത്തിൽ നിന്ന് ദൈവവചനം എടുത്തുകൊണ്ട് പോകുന്നു എന്നും ഉറപ്പാണ്. അത് കർത്താവ് പറഞ്ഞാണ്. എന്നാൽ പിശാചിന് ഹൃദയം കൊടുക്കുന്ന വ്യക്തികൾ അവരുടെ ഹൃദയത്തിൽ ദൈവവചനം എടുത്തുകൊണ്ട് അവർ രക്ഷിക്കപ്പെടുക പോലുമില്ല. അവർ കേൾക്കുകയുമില്ല, വിശ്വസിക്കുകയുമില്ല. ആ ഗ്രൂപ്പ് എപ്പോഴും ഒരു ദൈവവചനം സംസാരിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. അത് നമുക്ക് നിരാശരാവേണ്ട കാര്യമില്ല. പിന്നീടാണ് അടുത്ത ചില ഗ്രൂപ്പുകളെ പറ്റി പറഞ്ഞത്. ഞാൻ പലപ്പോഴും വിശദീകരിച്ചുള്ളതുകൊണ്ട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ കൂട്ടരെ പറ്റി പറയാണ്. അവർ ദൈവവചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു, എങ്കിലും ആ വിത്ത് അവരുടെ ജീവിതത്തിൽ വേര് താഴേക്ക് ഇറങ്ങുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവരുടെ പരീക്ഷകൾ വരുമ്പോൾ ആ വിത്ത് വേര് താഴേക്ക് ഇറങ്ങാത്തതുകൊണ്ട് അവർ പിന്മാറ്റത്തിലേക്ക് പോകുന്നു. അവർ ദൈവവചനം കേൾക്കുന്നവരാണ്. ഇവിടെ ദൈവസഭയിൽ തന്നെ, ഈ ചർച്ചിൽ തന്നെ വന്ന് ദൈവവചനം കേട്ട് റിസീവ് ചെയ്തിട്ട് പരീക്ഷകൾ, ടെസ്റ്റുകൾ വന്നപ്പോൾ പിന്മാറിപ്പോയവരുണ്ട്. പിന്മാറിപ്പോയവരും സഭയിൽ വന്നിരിക്കും. ചിലപ്പോൾ അവരും പിന്നെയും ദൈവവചനം കേൾക്കും. പക്ഷെ അവർ പിന്മാറ്റക്കാരാണ്. കാരണം പരീക്ഷ വരുമ്പോൾ, ടെംപ്ടേഷൻസ് വരുമ്പോൾ, പ്രലോഭനങ്ങൾ വരുമ്പോൾ കോംപ്രമൈസ് ചെയ്യുകയും പിന്മാറിപ്പോവുകയും ചെയ്യുന്ന കൂട്ടർ. അവരും രക്ഷിക്കപ്പെട്ടവരല്ല, ശരിക്കും രക്ഷിക്കപ്പെട്ടവരല്ല. കാരണം വേര് താഴേക്ക് ഇറങ്ങാതെ ഒരു വ്യക്തിക്ക്, ഒരു വിത്തിന് ഒരിക്കലും വളരാനായിട്ട് കഴിയത്തില്ല. നേരെ രണ്ടാമത്തെ കൂട്ടർ പിന്മാറ്റക്കാരാണ്. അവരും ദൈവസഭയിലുള്ള കൂട്ടർ തന്നെയാണ്, കൂട്ടത്തിലുള്ള കൂട്ടരാണ്. മൂന്നാമത്തെ കൂട്ടർ വേരുമിറങ്ങിയവരാണ്. എന്നാൽ വിത്ത്, ഫ്രൂട്ട് പുറത്തേക്ക് വരികയും ചെയ്തതാണ്. എന്നാൽ ആ ഫ്രൂട്ടിന് എന്ത് പറ്റിയെന്നറിയാമോ? ഈ ലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും, പ്ലഷേഴ്സ് ഓഫ് ദിസ് ലൈഫ്, ഈ ലോകത്തിലെ സുഖലോലുപതയും അവരെ ഞെരുക്കി ആ ഫലം നിഷ്ഫലരായിത്തീരുന്നതാണ്. ഇല്ലെങ്കിൽ ഫ്രൂട്ട് മെച്യൂരിറ്റിയിലേക്ക് വരാത്തവരാണ്. ഇവർ രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ അവരും നിഷ്ഫലരാണ്. എന്നാൽ ഈ കൂട്ടരും ദൈവസഭയിലുള്ളവർ തന്നെയാണ്. എന്നാൽ ഞാനീ പറയുന്ന എല്ലാം ദൈവവചനം കേൾക്കുന്ന കുറച്ച് ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞാണെന്ന് പറയരുത്, കർത്താവ് പറഞ്ഞാണ്. ദൈവവചനം കേൾക്കുന്ന കൂട്ടരിൽ ഈ ആദ്യത്തെ 3 ഗ്രൂപ്പുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ. കാരണം അവരുടെ ഫ്രൂട്ട് മെച്യൂരിറ്റിയിലേക്ക് വരുന്നില്ല. നാലാമത്തെ ഒരു കൂട്ടരുണ്ട്. അവരെന്താണ്? അവരെങ്ങനെയുള്ളവരാണെന്നാണ് അടുത്ത അവസാനം പറഞ്ഞിരിക്കുന്നത്. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ, ബട്ട് ദ സീഡ് ഇൻ ദ ഗുഡ് സോയിൽ are those who are the ones who have heard the word of God in a honest and good heart and hold it fast and bear fruit with perseverance. നേരെ ഒന്ന്, ഇവരുടെ നല്ല ഹൃദയമാണ് ഒന്നാമത്തെ കാര്യം. ഈ നല്ല ഹൃദയത്തിന്റെ പ്രത്യേകത
ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹോണസ്റ്റ് ഹാർട്ട് എന്നാണ്. ഹോണസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ ഹൃദയം. ദൈവവചനം ഒരാളെ കൺവിക്ട് ചെയ്യുമ്പോൾ അത് എന്നെ പറ്റിയാണ് എന്നുള്ള മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് ആ ദൈവവചനത്തിന് കീഴ്പ്പെടുന്നവരാണ് ഹോണസ്റ്റ് ഹാർട്ട് എന്ന് പറയുന്നത്. യാക്കോബിൻ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഉൾനട്ടതായ ദൈവവചനം കൈക്കൊള്ളുവിൻ. അന്നേരം ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ അതിന് ശക്തിയുണ്ട്, നിങ്ങളെ സ്വതന്ത്രരാക്കാൻ അതിന് ശക്തിയുണ്ട്. എന്നാൽ ആ ദൈവവചനത്തെ ഹോണസ്റ്റ് ഹാർട്ടിൽ റിസീവ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടുകയില്ല. എന്നാൽ അത് റിസീവ് ചെയ്ത് ക്ഷമയോടെ അതിനെ സംഗ്രഹിച്ച് കർത്താവിന് ഫ്രൂട്ട് കൊടുക്കുന്ന വ്യക്തികളെ പറ്റിയാണ് നാലാമത്തെ പറയുന്നത്. ഈ ഫ്രൂട്ടാണ് ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നെസ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. അന്നേരം ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പദ്ധതി, ദൈവവചനം പ്രസംഗിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പദ്ധതി ഒരു വ്യക്തി ഫ്രൂട്ട്ഫുൾ ആവണമെന്നുള്ളതാണ്. റൈച്ചസ്നെസ് അവനിൽ കൂടി പുറത്തു വരണം. യേശു ക്രിസ്തുവിന്റെ സ്വഭാവം അവനിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യണം. എന്നാൽ പിശാച് എല്ലായിടത്തും പ്രസന്റ് ആയിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അൾട്ടിമേറ്റ്ലി ഇവൻ ഫ്രൂട്ട്ഫുൾ ആവരുത്, ഇവൻ നിഷ്ഫലനായി പോകണം. ഒന്നുകിൽ ഇവൻ ആദ്യം കേൾക്കുന്നിടത്ത് തന്നെ ദൈവം എടുത്തു കളയുന്നു, ഇല്ലെങ്കിൽ അവനെ പരീക്ഷയിൽ കൊണ്ടുപോയിട്ട് അവനെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകുന്നു. അത് നടന്നില്ലെങ്കിൽ അവനെ ലോകം അവന്റെ ഉള്ളിൽ കടത്തിയിട്ട് ദൈവവചനത്തെ നിഷ്ഫലമാക്കി കളയുന്നു. ഇത് മൂന്നും പിശാചിന്റെ പദ്ധതിയാണ്. എന്നാൽ ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ ഉദ്ദേശം ഒരു മനുഷ്യനെ, വീണുപോയ മനുഷ്യനെ അവനെ വിടുവിക്കുക, അവന്റെ പാപത്തെ മോചിക്കുക എന്നുള്ളത് ഒന്നാമത്. രണ്ടാമത് അവനെ സ്വതന്ത്രരാക്കുക എന്നുള്ളത് രണ്ടാമത്. മൂന്നാമത്തേത് അവനിൽ കൂടി ദൈവത്തിന്റെ റൈച്ചസ്നെസ് ഫ്രൂട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയാണ്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. അടുത്തത്, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അടുത്തതായിട്ട് പറയാണ്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ. അന്നേരം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നത് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവൻ വളരെ ഫലം കായ്ക്കുമ്പോഴാണ്, അല്ലെ? അന്നേരം വളരെ ഫലം കായ്ക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടത്തില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും തന്നെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അന്നേരം ദൈവത്തിന്റെ ഉദ്ദേശം ഇതാണ്, നമ്മൾ ദൈവത്തിന്റെ റൈച്ചസ്നെസ്സിനെ മാനിഫെസ്റ്റ് ചെയ്യണം. ആദ്യം ഒരു വ്യക്തിയെ കർത്താവ് എന്ത് ചെയ്യുന്നു? കർത്താവ് അവന്റെ പാപം പോക്കി അവനെ വിടുവിക്കുന്നു. രണ്ടാമത് അവനെ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നു. മൂന്നാമത് അവനെ ദൈവത്തിന്റെ റൈച്ചസ്നെസ് അവൻ കൂടി വിടുന്നു. ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതിന്റെ ആദ്യം ഒരു പ്രീ റിക്വസ്റ്റ് ഉണ്ട്. ഇതിന്റെ എല്ലാം ആദ്യത്തെ ഒരു പ്രീ റിക്വസ്റ്റ് ഉണ്ട്. ഇതിന്റെ എല്ലാം ഒരു പിക്ചർ പഴയ നിയമത്തിൽ നമുക്ക് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാലിൽ കൊണ്ടുപോകുന്നതിൽ ഒരു പിക്ചർ കാണാനായിട്ട് കഴിയും. എന്നാൽ ഇത് തുടങ്ങുന്നത് എവിടെ വെച്ചെന്നറിയാമോ? എവിടെയാണ് ഒരു മനുഷ്യൻ ആദ്യമായിട്ട് സ്വതന്ത്രനാവാനായിട്ടുള്ള അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എവിടെയാണെന്ന് അറിയാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കുട്ടികളുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഇത് പറഞ്ഞിരുന്നു. ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, കുട്ടികൾക്കല്ല വലിയവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായെന്ന് പിന്നീടാണ് എനിക്ക് തോന്നിയത്. എവിടെയാണ് ഇത് തുടങ്ങുന്നത്? എവിടെയാണത്? അവരുടെ എക്സോഡസ് ചാപ്റ്റർ 2:23 and 24. അതൊന്നുകൂടി എടുത്ത് വായിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 2:23-24. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രൈം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. എന്നിട്ട് 7-ാമത്തെ വാക്യത്തിൽ പറയാണ്, യഹോവ അരുളിച്ചത്, മിസ്രൈമിലുള്ള എന്റെ ജലത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. കർത്താവ് എന്തിനാണ് 400 വർഷം വെയിറ്റ് ചെയ്തത്? എന്തിനാണെന്നറിയാമോ? ഇവർ നിലവിളിക്കുന്നത് വരെ. എങ്ങനെ നിലവിളിക്കുന്നവരെ? നെടുവീർപ്പിട്ട് നിലവിളിക്കുന്നവരെ. ഒന്നാമത്, ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടാത്തതിന്റെ പ്രൈം ആൻഡ് ഫോർമോസ്റ്റ് റീസൺ അവൻ അടിമയാണ് എന്നുള്ള തിരിച്ചറിവ് അവനുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇസ്രായേൽ മക്കൾക്കുണ്ടായത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കൾ, ഞങ്ങൾ ഒരു നാളും ആർക്കും അടിമകളായിട്ടില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ സ്വതന്ത്രരാക്കും?
എന്നാൽ ഇവർ അടിമകളാണ് എന്നുള്ള അത് മനസ്സിലാക്കാൻ മാത്രമല്ല, ഈ അടിമത്തത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും എന്നുള്ള നിലവിളി ഇവരുടെ ഹൃദയത്തിൽ നിന്ന് ഉയരാത്തടത്തോളം ഒരു വ്യക്തിക്ക് വിടുവിക്കപ്പെടാനായിട്ട് കഴിയത്തില്ല. എന്താണ് അടിമത്തം? പാപത്തിന്റെയാണ് അടിമത്തം. നമ്മുടെ നിലവിളി, റിയൽ നിലവിളി എന്താണ്? ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടതിന് ശേഷം, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പാപം തന്നെ കർത്തൃത്വം നടന്ന് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഇവന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടാനായിട്ട് നിലവിളിച്ചിട്ടില്ല. ഞാനീ പറയുന്നത് സത്യമാണ്. ചില ആൾക്കാർക്ക് പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ ആഗ്രഹമില്ല. പാപം എന്ന് പറയുമ്പോൾ നമ്മൾ ചില 2-3 പാപങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. ദൈവം പാപം എന്ന് പറയുമ്പോൾ പിശാചിന്റെ ഫുൾ നേച്ചറിനെയാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേച്ചറുണ്ട്, അൺഫോർഗീവിങ് ആറ്റിറ്റ്യൂഡ് എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ക്ഷമിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത ആറ്റിറ്റ്യൂഡ്. ചിലർക്ക് അതിന് ആഗ്രഹം പോലുമില്ല. അത് ഒരു ആറ്റിറ്റ്യൂഡ്. അനേക കാര്യങ്ങളുണ്ട്. ചിലർക്ക് പാപത്തിന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ ആഗ്രഹമില്ല. ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ നിങ്ങളുടെ സുഹൃത്തിന്റെ അടുത്തു നിന്ന് ഒരിക്കലും വിടുവിക്കത്തില്ല. നിങ്ങളുടെ ശത്രുവിന്റെ അടുക്കൽ നിന്ന്, അത് ശത്രുവാണെന്ന് മനസ്സിലാക്കി, നിങ്ങൾ അവന്റെ അടിമയാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ നിലവിളിക്കുന്ന ഒരു സമയമുണ്ടാകുമോ, അന്ന് മാത്രമേ ദൈവം വിടുവിക്കാനായിട്ട് ഇറങ്ങി വരത്തുള്ളൂ. അതാണ് ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത്. അനേകർ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിട്ടില്ല, നമുക്ക് ഉറപ്പാണ്. കാരണം പാപം അവരുടെ സ്നേഹിതനാണ്. ദേ ലവ് സിൻ. ക്ഷമിച്ചു കൊടുക്കാൻ മനസ്സില്ല. പാപം വിട്ടുകളയാൻ അവർക്ക് ആഗ്രഹമില്ല. ദേ എൻജോയ് ദ സിൻ. അവരൊരിക്കൽ പോലും അവരുടെ ഉള്ളിൽ നീ നെടുവീർപ്പ് ഉയർന്നിട്ടില്ല. എന്നാൽ ഇവര് നിലവിളിക്കാൻ തുടങ്ങി, നെടുവീർപ്പിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ആ നിലവിളി ദൈവത്തിന്റെ അടുത്തേലെത്തി. ദൈവം പറയാണ്, ഞാനത് കേട്ടു, ഞാനത് കണ്ടു, ഞാൻ അവരെ വിടുവിക്കാൻ ഇറങ്ങി വന്നിരിക്കും. എന്നിട്ട് ഈ വിടുവിക്കുന്നതിന്റെ പ്രോസസ്സാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിന്റെ വിടുവിക്കുന്ന പ്രോസസ്സിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പോകാനായിട്ട് സമയമില്ല. അതിന്റെ ആദ്യം തുടങ്ങുന്നത് പുറപ്പാട് പുസ്തകം 12:14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം കൊടുത്തവരെ റിഡീം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ദിവസം നിങ്ങൾക്ക് എന്റെ എല്ലാ വാക്യം വായിക്കാൻ സമയമില്ല. എന്റെ 12ന്റെ 5-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണെന്നുള്ളത് പറയാണ്. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും, ആട്ടിൻകുട്ടി ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയുടെ രക്തം ചൊരിഞ്ഞ് ആ രക്തം കൊണ്ടാണ് ഇവർ വിടുവിക്കപ്പെടുന്നത്. ആ ഊനമില്ല എന്നുള്ളത് ഇംഗ്ലീഷിൽ അൺബ്ലെമിഷ്ഡ് ലാംബ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കളങ്കമില്ലാത്ത ആടെന്നുള്ളതാണ്. ഇതേ കാര്യം അതിന്റെ പത്രോസ് എഴുതുമ്പോൾ 1 പത്രോസ് അതിന്റെ 1:18 നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച വാക്യത്തിൽ പറയാണ്, എങ്ങനെയാണ് നമ്മളെ ദൈവം വിടുവിച്ചു എന്നുള്ളത് പറയുമ്പോൾ ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ് പത്രോസ്. പൊന്നുവെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് തന്നെ. ഇതേ കാര്യമാണ് പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ രക്തം. ഇത് ഞാൻ വിശദീകരിച്ചാണ്. ഇതേ കാര്യമാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി, അവനിൽ പാപമില്ല. എന്നാൽ ആദ്യത്തെ പ്രീ റിക്വസ്റ്റ്, യഥാർത്ഥത്തിൽ കർത്താവിന്റെ അടുത്ത് ഒരു വ്യക്തി നിലവിളിക്കുന്ന വ്യക്തി, എന്തിന് നിലവിളിക്കുന്ന വ്യക്തി? രോഗം മാറാൻ വേണ്ടി നിലവിളിക്കുന്ന വ്യക്തി രക്ഷിക്കപ്പെടുവോ? ആ രോഗം അവനെ രക്ഷിക്കപ്പെടാനായിട്ട് നയിക്കുന്ന ഒരു ഫാക്ടറായിരിക്കാം. എന്നാൽ ഇവൻ പാപത്തിന്റെ അടിമയാണെന്ന് മനസ്സിലാക്കാത്തടത്തോളം കാലം ഇവൻ രക്ഷിക്കപ്പെടത്തില്ല. ഇനി വീട് വെക്കാൻ ദൈവം സഹായിച്ചത് കൊണ്ട് കർത്താവിന്റെ അടുക്കൽ വന്ന വ്യക്തി രക്ഷിക്കപ്പെട്ടാണോ? ദൈവം ജോലിക്ക് കയറ്റം കൊടുത്തതുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ വ്യക്തി രക്ഷിക്കപ്പെട്ടതാണോ? ഇവരൊന്നും രക്ഷിക്കപ്പെട്ടവരല്ല. കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ കർത്താവിന്റെ അപ്പം കഴിച്ച് തൃപ്തരായവടുത്ത് പറയാണ്, നിലനിൽക്കുന്ന ആഹാരമായിട്ടുള്ള നിത്യജീവെങ്കിലേക്ക് നിങ്ങൾ പ്രവർത്തിക്കാൻ. അതൊക്കെ ഒരു മുഖാന്തരം മാത്രമാണ്. ആ മുഖാന്തരം കൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടവരല്ല. ഇന്നും അവർ രക്ഷിക്കപ്പെട്ടവരല്ല അങ്ങനെയുള്ളവർ. കാരണം ഇവർ പാപത്തിന്റെ അടിമയാണ്. ഇവർ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് ഇവർ രക്ഷിക്കപ്പെടാനായിട്ട് വിടുവിച്ചിട്ടില്ല. ഇവർ രോഗത്തിന്റെ അടിമത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാനായിട്ട് നിലവിളിച്ചിട്ടുണ്ടായിരിക്കാം. കടഭാരത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിലവിളിച്ചിട്ടുണ്ടായിരിക്കാം. ദൈവം ഇതൊക്കെ ചെയ്തും കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇവർ രക്ഷിക്കപ്പെട്ടവരല്ല. കാരണം ഇവർ പാപത്തിന്റെ അടിമയാണ്. മാത്രമല്ല, ഇവർ പാപത്തിന്റെ അടിമയാൻ തിരിച്ചറിഞ്ഞിട്ടുമില്ല. ഇവർ നിലവിളിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ദൈവം ഒരു സ്വതന്ത്രനാക്കിയിട്ടുമില്ല. എന്നാൽ ഈ ഒരു നിലവിളി ഉണ്ടായവരുടെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വരികയാണ്. കർത്താവിന്റെ സമയമായപ്പോഴേക്കും കർത്താവരുടെ നിലവിളി കേട്ടിട്ട് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് ഇവരെ യേശുക്രിസ്തുവിന്റെ രക്തം കൊടുത്തവരെ വീണ്ടെടുക്കുകയാണ്. അതാണ് വീണ്ടെടുപ്പ്, പാപം നീക്കുക എന്ന് പറയുന്നത്. എന്നാൽ അവിടെ വെച്ച് തീരുന്നില്ല. അത് കഴിഞ്ഞിട്ട്
ഇവരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന, അവരെ പാപം ചെയ്യിച്ചുകൊണ്ടിരുന്ന, ഇവരുടെ മാസ്റ്ററായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാണ് ആ മാസ്റ്റർ? ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചുകൊണ്ടിരുന്ന വ്യക്തി ആരാണ്? ആരാ? പിശാച്. പഴയ നിയമത്തിൽ ആരാണ്? ഫറവോ എന്നൊരു വ്യക്തിയാണ് ഇവനെ കൊണ്ട് ഇതിന്റെ മാസ്റ്ററായിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ഒന്ന്, ഇവന്റെ പാപങ്ങളെ നീക്കുക എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴിഞ്ഞുവെങ്കിൽ, രണ്ടാമത് ഇവരെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ രണ്ടാമത്തെ പദ്ധതി. അതെപ്പോഴാണ് നടന്നത്? നമ്മൾ വാക്യങ്ങൾ എടുക്കാനായിട്ട് എനിക്ക് സമയമില്ല. നമ്മൾ പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഫറവോയെ ദൈവം ചെങ്കടലിൽ എന്നേക്കുമായി കുഴിച്ചിട്ടുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നത്. അതോടുകൂടി ആ പവർ അതോടുകൂടി ബ്രേക്ക് ആവുന്ന അവിടെ വെച്ചിട്ടാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഇവർ വീണ്ടെടുക്കപ്പെട്ടുവെങ്കിലും ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇവരുടെ യോക്ക് ബ്രേക്ക് ആവുന്നത് ഫറവോൻ മരിക്കുമ്പോഴാണ്. ഇതൊരു പിക്ചർ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇത് ഒരു സംഭവങ്ങളായിട്ട്, സീക്വൻസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ വീണ്ടും ജനിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇത് ഇമ്മീഡിയറ്റ്ലി ഒരുമിച്ച് സംഭവിക്കുന്നതാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണ്. ഒന്ന്, ഒരു വ്യക്തി അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. ഇത് ഓരോന്നോരോന്നായിട്ടൊരു വ്യക്തിക്ക് റിസീവ് ചെയ്യത്തില്ല. ഇത് ഒരുമിച്ചിട്ടേ റിസീവ് ചെയ്യത്തുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ നിലവിളിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യം സംഭവിക്കുന്ന അവന്റെ പാപങ്ങൾ നീക്കപ്പെടുന്നു. രണ്ടാമത് സംഭവിക്കുന്നത് ഇവൻ പാപത്തിൽ നിന്ന് തന്നെ ഇവൻ സ്വതന്ത്രനാക്കപ്പെടുന്നു. പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇവൻ സ്വതന്ത്രനാക്കപ്പെടുന്നു. എപ്പോൾ? അവൻ യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുന്ന നിമിഷം തന്നെ. അതാണ് ദൈവവചനം പഠിപ്പിക്കുന്ന സത്യം. ഈ സത്യമാണ് നമ്മൾ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്നാൽ പാപത്തിന്റെ അടിമത്തത്തിൽ, ഞാൻ വീണ്ടും പറയട്ടെ, ഇതൊക്കെ ആർക്കാണ് ആപ്ലിക്കബിൾ? യഥാർത്ഥത്തിൽ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി. അവരുടെ അടുത്ത് കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 1-ാമത്തെ അധ്യായം മുതൽ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഇതേ സീക്വൻസ്, ഈ കാര്യം തന്നെ സീക്വൻഷ്യലി പറയുന്നുണ്ട്. എനിക്കത് എടുക്കാനായിട്ട് സമയമില്ല. ഒരു ബൈബിൾ സ്റ്റഡി അല്ലാത്തത് കൊണ്ട് അത് എനിക്ക് എടുക്കാനായിട്ടുള്ള സമയമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. റോമാലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ ജസ്റ്റിഫിക്കേഷനാണ്, യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള നീതീകരണമാണ് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന പോലെ റിഡംഷൻ, ഏക മനുഷ്യനാൽ വന്ന പാപവും ഏക മനുഷ്യനാൽ ഒരുവൻ ജസ്റ്റിഫൈഡ് ആവുന്നതും പറഞ്ഞിട്ട് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാപം പ്രാക്ടീസ് ചെയ്യാൻ ഒരു വ്യക്തിക്ക് കഴിയുമോ? രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പിശാചിന്റെ അണ്ടറിൽ നിന്ന് മാറി കൃപയുടെ അധീനതയിലായ വ്യക്തിക്ക് പാപം കണ്ടിന്യൂസ് ആയി പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് പൗലോസ് ചോദിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, വാട്ട് ഷാൽ വി സേ ദെൻ? ക്യാൻ വി കണ്ടിന്യൂ ഇൻ സിൻ ഓർ ക്യാൻ വി പ്രാക്ടീസ് സിൻ? ഇതാണ് ചോദ്യം. പാപം ക്ഷമിക്കപ്പെട്ട ഒരു വ്യക്തി, നീതീകരിക്കപ്പെട്ട വ്യക്തിക്ക് പാപത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. കർത്താവ് ഓരോ സ്ഥലത്ത് പറയുന്നത്, മേ ഇറ്റ് നെവർ ബി, ഒരു നാളും അരുത് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. എന്നാൽ ചോദ്യം ഇതാണ്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പാപത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമോ? നെവർ, കഴിയുകയില്ല. അവൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഹീസ് എ സൺ ഓഫ് സീറ്റൻ, ഹീസ് മാനിഫെസ്റ്റിംഗ് ദാറ്റ്. കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. കഴിയില്ല എന്ന് പറഞ്ഞാൽ പാടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ എങ്ങനെയാണ് പാപത്തിൽ പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് റിയൽ ചോദ്യം. ഇതിനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് പലർക്കും അറിയാത്തത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലർക്കും ഇപ്പോഴും അറിയാത്ത ഇതാണ്. അതറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വരുന്ന ഒരാൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാന്ന് വെച്ചു, പാപത്തിന്റെ അടിമത്തിൽ നിന്ന് സ്വതന്ത്രരാവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ പറയും? ഞാൻ പറഞ്ഞത് വെച്ചിട്ട് തിയറിറ്റിക്കൽ ആൻസർ പറയും. നിങ്ങൾക്ക് അറിയാവുന്ന വെച്ച ആൻസർ പറയുകയാണെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾ പറയുന്നത് അതിനുള്ള പല പല മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ഉപവസിക്കണമെന്ന് പറയും, അല്ലെ എത്ര ദിവസമാണെന്നൊക്കെ പറയും. ഇത്ര ദിവസം ഉപവസിക്കണം, ഇല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇല്ലെങ്കിൽ പാപം മറ്റുള്ളവരുടെ ഏറ്റു പറയണമെന്ന് പറയുന്ന കൂട്ടരുണ്ട്. അതോടുകൂടി പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. ടെക്നിക്കുകളാണ്, ദൈവവചനത്തിൽ എങ്ങും ഇല്ലാത്ത ടെക്നിക്കുകൾ. പക്ഷെ ദൈവവചനം പറയുന്നുണ്ട് എങ്ങനെ ഒരു വ്യക്തിക്ക് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാകാം, പാപം പ്രാക്ടീസ് ചെയ്യുന്ന എങ്ങനെ നിർത്താം എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് മേ ഇറ്റ് നെവർ ബി. എന്നിട്ട് പറയാണ് അടുത്ത വാക്യം, ഡോണ്ട് യു നോ എന്ന് പറയാണ്. നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയണം. അന്നേരം റോമായിലെ വിശ്വാസികൾ അറിയേണ്ടിയിരുന്നൊരു കാര്യമായിരുന്നു, എങ്ങനെയാണ് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത്, ഇല്ലെങ്കിൽ പാപം പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്തുന്നത് എന്നുള്ളത്. എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുകയില്ലയോ എന്നാണ് ചോദിക്കുന്നത്.
ഇപ്പൊ നിങ്ങൾ പൗലോസിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ പൗലോസ് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, ക്രിസ്ത്യൻ അസംബ്ലിയിലുള്ള സഹോദരന്മാരെ, ഡോണ്ട് യു നോ എങ്ങനെയാണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കറിയാത്തത് കൊണ്ട് നിങ്ങൾ അനേക ടെക്നിക്കുകളുടെ പുറകെ പോകുന്നു. പാപം ശക്തിപ്പെടുന്നതല്ലാതെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്നില്ല. എങ്ങനെയാണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്? ഡോണ്ട് യു നോ എന്ന് പറഞ്ഞിട്ട് പറയാണ്, അല്ല, ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു തെറ്റിദ്ധാരണ ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടെ സ്നാനം എന്നുള്ള വാക്ക് വന്നതുകൊണ്ട്, ബാപ്റ്റിസം എന്നുള്ളൊരു വാക്ക് വന്നതുകൊണ്ട് അത് ജലസ്നാനമാണ് എന്നാണ് മിക്കവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ മെസ്സേജ് കംപ്ലീറ്റ്ലി അവർക്ക് മനസ്സിലായിട്ടില്ല. ബാപ്റ്റിസം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഇല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ വാക്കിന്റെ അർത്ഥം എന്താ? ബാപ്റ്റിസം എന്നുള്ള വാക്കിന് ജലവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ബാപ്റ്റിസം എന്നുള്ള വാക്കും ജലവുമായിട്ട് നേരിട്ട് ഒരു ബന്ധവുമില്ല. ബാപ്റ്റിസം എന്ന വാക്ക് ജലത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ അത് ജലസ്നാനമാണ്. എന്നാൽ ബാപ്റ്റിസം എന്നുള്ള വാക്കിന് അതിന്റെ ഏക അർത്ഥം ഒരു വസ്തുവിന്റെ ഉള്ളിലേക്ക് ഇമേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇമേഴ്ഷൻ എന്നുള്ളതാണ് ബാപ്റ്റിസോ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഇംഗ്ലീഷിലേക്ക് ബാപ്റ്റിസം എന്നുള്ള വാക്ക് വന്നു. അത് മലയാളത്തിലേക്ക് സ്നാനം എന്ന വാക്ക് വന്നു. സ്നാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ മനസ്സിൽ ജലമാണ് മനസ്സിൽ വരുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബാപ്റ്റിസം എന്നുള്ള വാക്കിന്റെ അർത്ഥം കുഴിച്ചിടുക, ഇല്ലെങ്കിൽ ഇമേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്തിലേക്കാണ് ഇമേഴ്സ് ചെയ്യുന്നത്? യോഹന്നാൻ പറയാണ്, ഞാൻ നിങ്ങളെ ജലത്തിൽ സ്നാനം കഴിക്കുവാൻ വന്നു, എന്നാൽ വേറൊരു വ്യക്തി വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിക്കും. അന്നേരം സ്നാനം യോഹന്നാൻ ജലത്തിലാണ് സ്നാനം കഴിപ്പിച്ചെങ്കിൽ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിലാണ് സ്നാനം കഴിക്കുന്നത്. അന്നേരം മീഡിയം ഒരിടത്ത് ജലവും ഒരിടത്ത് പരിശുദ്ധാത്മാവുമാണ്. അങ്ങനെയെങ്കിൽ റോമാലേഖനം 6-ാം അധ്യായത്തിൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, റോമാലേഖനം 6-ാം അധ്യായത്തിലെ സ്നാനത്തിന്റെ മീഡിയം എന്താണ്? എന്താണ് മീഡിയം? അറിയാമോ? എന്താ? എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുള്ള എന്താണ് റോമാലേഖനത്തിലെ സ്നാനത്തിന്റെ മീഡിയം? എന്തിലേക്കാണ് ഒരു വ്യക്തി കുഴിച്ചിടപ്പെടുന്നത്? ജലത്തിലേക്കാണോ? അല്ല. എന്തിലേക്കാണ്? യേശുക്രിസ്തുവിങ്കലേക്ക്. മലയാളത്തിൽ ആ ട്രാൻസ്ലേഷൻ തെറ്റാണ്. യേശുവിനോട് ചേരുവാൻ എന്നാണ്. ഇംഗ്ലീഷിൽ എങ്ങനെ നടന്നെയാണോ? ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് എന്നാണ്. എന്ത് സംഭവിക്കുമെന്നറിയാമോ? യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കുഴിച്ചിടപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നിങ്ങൾ പങ്കാളികളായി തീർന്നു. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉള്ളിലേക്ക് കുഴിച്ചിടപ്പെട്ടു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നറിയാമോ? യേശുക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേറ്റു. അതാണ് അവിടുത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളുന്ന സ്നാനത്താൽ അവനിലേക്ക് കുഴിച്ചിടപ്പെട്ടു. എന്നിട്ട് പറയാം, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹത്വമേ ജീവിച്ചെഴുന്നേറ്റതുപോലെ അവനോടുകൂടെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. ഇതാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുന്നത്. പൗലോസ് ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാമോ? ഇഫ് യു ആർ റിയലി ബോൺ അഗൈൻ, നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരുന്നു. നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ പാപത്തിൽ നിലവിളിച്ചുകൊണ്ട്, പാപത്തിൽ വിടുവിക്കാനായിട്ട് നിലവിളിച്ചുകൊണ്ട് കർത്താവിലേക്ക് വരുന്ന വ്യക്തി. എന്നിട്ട് അത് എന്തിനാണ് പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടതെന്നുള്ള പറയാണ് 6-ാമത്തെ വാക്യം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഒരു വ്യക്തി യേശുക്രിസ്തുവിങ്കിലേക്ക് കുഴിച്ചിടപ്പെട്ടത്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. എന്തിനാണ് ഒരു വ്യക്തി യേശുവിന്റെ ഉള്ളിലേക്ക് കുഴിച്ചിടപ്പെട്ടത്? അതിന്റെ കാരണം പറയാണ്, നാം ഇനി പാപത്തിന് അടിമയാകാതിരിക്കേണ്ടതിന്. പാപത്തിന്റെ അടിമയാകാതിരിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? അടുത്ത വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, പാപശരീരത്തിന് നീക്കം വരണം, അത് എടുത്തു മാറ്റപ്പെടണം. ഇല്ലേ, പഴയ നിയമത്തിലെ എടുത്ത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഫറവോൻ മരിക്കണം, കുഴിച്ചിറപ്പെടണം, അവൻ നീക്കപ്പെടണം. അല്ല അവൻ എവിടെങ്കിലും ഒളിച്ചിരുന്ന ഒക്കത്തില്ല. ഒരു പാപശരീരത്തിന് വരാത്തിടത്തോളം കാലം ഒരു വ്യക്തി പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടത്തില്ല. പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം
അറിയുന്നു. എന്നിട്ട് ഇവർക്ക് അറിയാമായിരുന്നു എന്താണ് ഈ പാപശരീരം. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് ആ പാപശരീരം എന്നുള്ളത്. അവരിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ പറയാണ് ക്രിസ്തുവിന്റെ പരിച്ഛേദന. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നാനം എന്നുള്ളത് പറഞ്ഞെങ്കിൽ ഇവിടെ വേറൊരു പിക്ചർ ലാംഗ്വേജ് ആണ് പൗലോസ് ഉപയോഗിക്കുന്നത്. അവിടെ പറയാണ് ക്രിസ്തുവിന്റെ പരിച്ഛേദന എന്നൊരു പരിച്ഛേദന വന്നു. പരിച്ഛേദന പഴയ നിയമത്തിലുണ്ടായിരുന്നു. പരിച്ഛേദനയിൽ എന്താ സംഭവിക്കുന്നത്? പരിച്ഛേദനയിൽ ഒരു എന്ത് പറഞ്ഞിരിക്കുന്നത് കട്ട് ചെയ്തങ്ങ് മാറ്റുക, അല്ലാതെ അത് മുറിവ് വെച്ച് സുഖപ്പെടുത്തുകയല്ല. എന്ത് സംഭവിച്ചെന്നറിയാമോ? ക്രിസ്തുവിന്റെ പരിച്ഛേദന വന്നപ്പോൾ നിങ്ങൾ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. എന്താ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന? എന്താ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന? പരിശുദ്ധാത്മാവുള്ള പരിച്ഛേദന. അതാണ് റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത് അകമേ യഹൂദനായവനാണ് യഹൂദൻ, പുറമേയുള്ള പരിച്ഛേദനയല്ല, പരിശുദ്ധാത്മാവിനുള്ള ഹൃദയ പരിച്ഛേദന എത്ര യഥാർത്ഥ പരിച്ഛേദന. അന്നേരം ഫിസിക്കൽ കത്തിക്ക് പകരം പരിശുദ്ധാത്മാവ് എന്ന കത്തി എന്ത് സംഭവിച്ചെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്ന് അവിടെ ഒരു കട്ട് ചെയ്തൊരു മാറ്റൽ നടത്തി. ആ മാറ്റിയതോടുകൂടി എന്ത് സംഭവിച്ചു? ഈ പഴയ മനുഷ്യനെ കട്ട് ചെയ്തങ്ങ് മാറ്റി. അത് അവൻ എന്നേക്കുമായിട്ട് അങ്ങ് നീക്കപ്പെട്ടു. ഇല്ലെങ്കിൽ അവൻ കുഴിച്ചിടപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരാതെ വണ്ണം അവൻ കുഴിച്ചിടപ്പെട്ടു. അതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം 12-ാമത്തെ വാക്യം, സ്നാനത്തിൽ നിങ്ങൾ അവനിലേക്ക് അടക്കപ്പെടുകയും മരിച്ചവരുടെ എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസാൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതോടുകൂടി പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു. പിശാചിന്റെ ആയുധവർഗം ക്രൂശിൽ വെച്ചിരിക്കുന്നു. കാരണം പിശാചിന്റെ ആയുധം എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ടുള്ള ആ തന്നെ കർത്താവ് അടച്ചു കളഞ്ഞു. ഇതൊക്കെ ഞാൻ പറയുന്നത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യം അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇത് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കാര്യം. എന്നിട്ട് പറയാണ് അതിന്റെ റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറയാണ് പാപത്തിന് അടിമപ്പെടാതെ വേണം, ഒരിക്കൽ പോലും ഇനി അടിമപ്പെടാതെ വേണം. പാപത്തിന്റെ ആ ശക്തിയിൽ പാപത്തിന്റെ മനുഷ്യനെ നീക്കേണ്ടതിന്, ഇല്ലെങ്കിൽ പാപ ശരീരത്തിനെ, ആ സിൻഫുൾ നേച്ചറിനെ നീക്കേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് അറിയുന്നു. അങ്ങനെ മരിച്ചവൻ എന്ത് സംഭവിച്ചിരിക്കുന്നു? അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഈസ് ഇറ്റ് എ ഗുഡ് ന്യൂസ്? ഇത് ഗുഡ് ന്യൂസ് അല്ല ആൾക്കാർക്ക് പലർക്കും. കാരണം ആൾക്കാർക്ക് എന്ത് പ്രശ്നം, പാപം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമല്ലാത്തവർക്ക് ഇതൊന്നും ഗുഡ് ന്യൂസ് അല്ല. എനിക്കറിയാം ഈ ഇതിനേക്കാൾ കൂടുതൽ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വളരെ ഇൻട്രസ്റ്റോട് ഇരിക്കും. പക്ഷെ ഇവിടെ ദൈവത്തിനറിയാം റിയൽ പ്രശ്നം എന്താണെന്നുള്ള മനുഷ്യന്റെ. അവിടെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. താഴേക്ക് വരുമ്പോൾ അതിന്റെ 17-ാമത്തെ വാക്യം 17-ാമത്തെ വാക്യത്തിൽ പറയാണ്, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്ത്യൻസ് ഇൻ റോം, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു എങ്കിലും, എഫേസ്യ ലേഖനത്തിലെ വിശ്വാസികൾക്ക് പറയാണ് നിങ്ങൾ മുമ്പേ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നപ്പോൾ നിങ്ങൾ പിശാചിന്റെ അടിമകളായിരുന്നു. പിശാച് നിങ്ങളെ കർത്തൃത്വം നടത്തിയിരുന്നു. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവരെ പഠിപ്പിച്ച ഉപദേശരൂപം? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന്റെ ടെക്നിക്കുകൾ 1 തൊട്ട് 10 വരെയാണോ പഠിപ്പിച്ചവരെ? അവരെ പഠിപ്പിച്ച ഉപദേശരൂപം എന്നത് ഇൻ ദ ക്രോസ് യുവർ ഓൾഡ് മാൻ ഈസ് ക്രൂസിഫൈഡ് ആൻഡ് റിമൂവ്ഡ് ഫ്രം യു എന്നുള്ളതാണ്. ആ ഉപദേശരൂപത്തെ ഒരുവൻ റിയലായിട്ട് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് നിലവിളിച്ചുകൊണ്ട് കർത്താവിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് അവന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, നിന്നെ കർത്താവ് വിടുവിച്ചിരിക്കുന്നു. യു ആർ നോ ലോങ്ങർ എ സ്ലേവ് ടു സിൻ, ബട്ട് യു ആർ എ സ്ലേവ് ടു റൈച്ചസ്നസ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് എന്ന് പറയാണ്. ഞാൻ പറയട്ടെ, ഇത് റിയലി മനസ്സിലാകുന്ന ഒരു വ്യക്തി ദൈവത്തിന് സ്തോത്രം പറയും. റിയലി പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിച്ചിരുന്ന വ്യക്തി അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു എന്നുള്ള തിരിച്ചറിവ് അവൻ കിട്ടുമ്പോൾ അവൻ സ്തോത്രം പറയും. അല്ലാത്തവർക്ക് ഇറ്റ്സ് വിൽ ബി എ തിയോളജിക്കൽ തിയറി. എനിക്കറിയാം ഇത് പലർക്കും തിയറി മാത്രമാണ്, ജസ്റ്റ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ നിങ്ങളെ സ്വതന്ത്രരാക്കുകയില്ല. സത്യം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരാകും. പുത്രൻ നിങ്ങളെ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നിങ്ങൾ അടിമയാണ് എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന വ്യക്തികൾ, അവർക്കാണ് ഈ രഹസ്യം ഇല്ലെങ്കിൽ ഇത് ദൈവം തെളിയിച്ചു കൊടുക്കുന്നത്.
അല്ലാത്തവർക്ക് ഇതൊരു ഇൻഫർമേഷനാണ്. പക്ഷെ ഇത് റിയലി മനസ്സിലായ ഒരു വ്യക്തി പറയാണ്, കർത്താവേ നിനക്ക് സ്തോത്രം, ബിക്കോസ് ഐ ആം ഡെലിവേർഡ് ഫ്രം സിൻ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായിരിക്കുന്ന ഒരു സ്തോത്രം. എന്നിട്ട് പറയണം 22-ാമത്തെ വാക്യം, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ. എന്നിട്ടാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദ ഫ്രൂട്ട്. അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവൻ. 2-ാമത്തെ വാക്യത്തിൽ പറയാണ് ഇതിന് ഇനിയൊരു ഫ്രൂട്ടാണ്. ഇനി അടുത്ത കാര്യങ്ങൾ ഞാൻ മുമ്പോട്ട് പറയാം. ഇനി ഇതാണ് ഇത്രയും കാര്യങ്ങൾ, 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം, ആ വ്യക്തിയുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, ഇല്ലെങ്കിൽ നീക്കപ്പെട്ടു, എന്നേക്കുമായിട്ട് നീക്കപ്പെട്ടു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2-ാമത്, ആ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആ വ്യക്തിയുടെ പഴയ മനുഷ്യൻ കർത്താവിനോട് കൂടി ക്രൂശിക്കപ്പെടുകയും അവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുന്നു. ഇത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമല്ല, നമ്മളുടെ കൺക്ലൂഷനിലെത്തേണ്ട കാര്യമല്ല. റിയലി നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾ അറിയണം. ഇതുകൊണ്ടാണ് റോമാലേഖനം അതിന്റെ 6-ാമത്തെ അധ്യായത്തിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങൾ അറിയുന്നു, വിശ്വസിക്കുന്നു, എണ്ണുവിൻ എന്ന് തുടർച്ചയായിട്ട് പറഞ്ഞിരിക്കും. അങ്ങനെ വാക്യം വായിച്ചിട്ടുണ്ടോ? അടുത്ത 1-ാമത്തെ വാക്യം പറയാണ്, അതിന്റെ 6-ന്റെ പറയാണ്, നിങ്ങൾ അറിയുന്നില്ലയോ എന്ത്? നിങ്ങൾ യേശുക്രിസ്തുവിലേക്ക് കുഴിച്ചിറപ്പെട്ടു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. എന്നിട്ട് പറയാണ്, പാപശരീരത്തിന് അടിമപ്പെടാതെ പാപത്തിന് അടിമപ്പെടാതെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അടുത്ത വാക്യത്തിൽ പറയാണ്, പാപത്തിന് ഇനിമേൽ കർത്തൃത്വമില്ല എന്ന് അറിയുന്നുവല്ലോ. എന്നിട്ട് പറയാണ് 11-ാമത്തെ വാക്യം പറയാണ്, ഔവണ്ണം തന്നെ നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ നിങ്ങൾ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ? നിങ്ങൾ അറിയണം. അറിഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണാൻ കഴിയും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിശ്വാസത്താൽ അറിയുകയും നമ്മൾ മനസ്സിലാക്കുകയും നമ്മളത് എണ്ണുകയും ചെയ്യേണ്ടതാണ്. പക്ഷെ അവിടെ വെച്ച് തീരുന്നില്ല. ഇനി അങ്ങനെ എണ്ണിയ വ്യക്തികളുടെ അടുത്ത് പൗലോസ് പറയുന്ന, ഇങ്ങനെ വിടുതൽ പ്രാപിച്ച വ്യക്തികളുടെ അടുത്ത്, സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തികളുടെ അടുത്ത് കർത്താവ് പൗലോസ് പറയുന്ന കാര്യമാണ് അടുത്തത്. ഒരു കാര്യം നമ്മൾ ഒന്നുകൂടി ഞാൻ പറയാണ്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ടെക്നിക്കുകളില്ല. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ബൈബിളിൽ ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നില്ല. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം എന്നത് യേശുക്രിസ്തുവിനോടുകൂടി നിങ്ങൾ ക്രൂശിക്കപ്പെട്ടുവെന്നും അതോടുകൂടി യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചൊരു വ്യക്തി പാപത്തിന്റെ അണ്ടറിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ അറിഞ്ഞ വ്യക്തിക്ക് ചെയ്യേണ്ട ചെറുതുണ്ട്. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 12-ാമത്തെ വാക്യം, എണ്ണുവിൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയാണ്, ആകയാൽ 12. ആകയാൽ പാപം നിങ്ങളുടെ therefore എന്ന് പറഞ്ഞാൽ മേളിൽ പറഞ്ഞിരിക്കുന്ന എണ്ണുവിൻ, എണ്ണിയ വ്യക്തികളുടെ, അല്ലാത്തവർക്കൊന്നും പറഞ്ഞൊരു കാര്യമില്ല. അല്ലെ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് 2-ാമത്തെ കാര്യം പറഞ്ഞിട്ട് ഇതിലൊരു അർത്ഥവുമില്ല. പലപ്പോഴും പറ്റുന്ന തെറ്റ്, കർത്താവിന് സമർപ്പിപ്പിൻ എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ നിങ്ങൾ വിടുവിക്കപ്പെട്ടു എന്നറിയാതെ കർത്താവിന് സമർപ്പിക്കാൻ കഴിയത്തില്ല. അതാണ് അതിന്റെ പ്രശ്നം. എന്നിട്ട് അവിടെ പറയാണ്, നിങ്ങൾ അറിഞ്ഞ വ്യക്തികളടുത്ത് പറയാണ്, ആകയാൽ therefore, ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളു. അവിടെ പറയാണ്, ഇനി ഒരു കാര്യമുണ്ട്. ഇവിടെ വെച്ച് ഇത്രയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം സുഖമായെന്നെ. എന്നാൽ ഇവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറയുന്നു. എന്താണെന്നറിയാമോ? അറിഞ്ഞ വ്യക്തികൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ ഫ്രീ ആയി എന്നറിഞ്ഞ വ്യക്തികൾ മനസ്സിലാക്കണം, ദിസ് ഫ്രീഡം ഈസ് ടു സബ്മിറ്റ് യുവർ സെൽഫ് ടു ഗോഡ്. അതിനുള്ള ഫ്രീഡമാണ്. അതാണ് കഴിയാതിരുന്നത്. അതാണ് മുമ്പ് കഴിയാതിരുന്നത്. പിശാചിന്റെ അടിമയായ ഒരു വ്യക്തിക്ക് ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് ദൈവം അവനെ പിശാചിന്റെയും പാപത്തിന്റെ അടിമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുകയും സ്വതന്ത്രനായ വ്യക്തിയെടുത്ത് പറയാണ്, എന്താണ്? നിങ്ങൾ സമർപ്പിക്കും. പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. മറിച്ച് എന്ത് ചെയ്യണം? ഒന്ന്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായിട്ടല്ല, നീതിയുടെ ആയുധങ്ങളായി, റൈച്ചസ്നെസ്, ഇൻസ്ട്രുമെന്റ് ഓഫ് റൈച്ചസ്നെസ് ടു ഗോഡ് എന്നാണ്. എന്താണ് ഇൻസ്ട്രുമെന്റ് ഓഫ് റൈച്ചസ്നെസ്? നമ്മുടെ അവയവങ്ങൾ.
നമ്മുടെ അവയവങ്ങൾ അതിൽ തന്നെ പാപമുള്ളതല്ല. അങ്ങനെ ഒരാൾക്കും പറയാൻ കഴിയത്തില്ല എന്റെ അവയവങ്ങളിൽ പാപമുള്ളതുകൊണ്ടാണ്. അല്ല, അത് കഴിഞ്ഞു. ദൈവം അവനെ വിടുവിച്ചു. ഇനി ഈ ഇൻസ്ട്രുമെന്റിനെ കർത്താവിന് എന്നിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് സമർപ്പിക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒരു വ്യക്തി സമർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? യോഹന്നാനിൽ കർത്താവ് പറഞ്ഞ അവൻ റൈച്ചസ്നെസ്സിനെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവൻ ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്താനായിട്ട് തുടങ്ങും. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. ഇതാണ് ഒന്നാമത് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കർത്താവ് ചെയ്ത കാര്യമാണെങ്കിൽ, രണ്ടാമത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസവും ഒരു വ്യക്തി തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ മാത്രമാണ് കർത്താവ് അവനിൽ കൂടി തന്റെ റൈച്ചസ്നെസ്സിനെ മാനിഫെസ്റ്റ് ചെയ്യും. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ബെയറിംഗ് ദ ക്രോസ്, only വേ ഓഫ് ബെയറിംഗ് ദ ഫ്രൂട്ട്. കർത്താവ് ഇത് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിൽ വസിക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വമായി കായ്ക്കാൻ കഴിയാത്ത പോലെ നിങ്ങൾക്ക് കായ്ക്കാൻ കഴിയത്തില്ല. അന്നേരം ഫ്രീ ആയ വ്യക്തി എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയി ആ വ്യക്തി ദൈവത്തിന് തന്നെ സമർപ്പിക്കണം. അതിന് കഴിയും എന്നുള്ളതാണ് ഗുഡ് ന്യൂസ്. അത് കഴിയില്ലായിരുന്നതായിരുന്നു പിശാചിന്റെ അടിമത്തമെങ്കിൽ അതിലും സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തിക്ക് കഴിയും. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ therefore എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. therefore റോമാലേഖനം 12 ഒന്നുകൂടെ വായിക്കാം പെട്ടെന്ന്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. അവിടെ പറയാണ് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഇത് കഴിയും എന്നുള്ളത് കൊണ്ട് പറയാണ്. അത് പക്ഷേ ഒരു വോളണ്ടറി ചോയ്സ് ആണ്. അത് ഒരു വ്യക്തി തീരുമാനിക്കേണ്ടതാണ്. യേശുക്രിസ്തു അതുകൊണ്ടാണ് പറഞ്ഞത് ഇഫ് എനിവൺ വാണ്ട് ടു ഫോളോ മീ എന്ന് കർത്താവ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ചോയ്സ് ആണ്. നിങ്ങൾക്ക് കർത്താവിന്റെ ജീവിതം മാനിഫെസ്റ്റ് ചെയ്യണം. പക്ഷെ ഇത് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ആ പ്രോസസ്സ് നടക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇത് നടക്കും. യഥാർത്ഥത്തിൽ പാപത്തെ പറ്റി ബോധമുള്ള വ്യക്തി, യഥാർത്ഥത്തിൽ വിടുവിക്കപ്പെടാനായിട്ട് കർത്താവിനെ നിലവിളിക്കുന്ന വ്യക്തി, കർത്താവ് അവന്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അവനെ വിടുവിക്കുകയും ചെയ്തിട്ട് കർത്താവിന്റെ ക്രൂശ് അവന്റെ മുകളിലേക്ക് വയ്ക്കും. പക്ഷെ അവിടം തൊട്ടൊരു വോളണ്ടറി ചോയ്സാണ്. അവിടെ വെച്ചിട്ട് അവനൊന്നുകിൽ അവന് വീണ്ടും അവന്റെ അവയവങ്ങളെ പിശാചിന് പഴയ യജമാനന് സമർപ്പിക്കാം, ഇല്ലെങ്കിൽ പുതിയ യജമാനന് സമർപ്പിക്കാം. പുതിയ യജമാനന് സമർപ്പിക്കും തോറും എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവന്റെ ആയുധങ്ങൾ കൂടി, അവന്റെ അവയവങ്ങൾ കൂടി ദൈവത്തിന്റെ റൈച്ചസ്നെസ് വെളിപ്പെടും. അങ്ങനെ കാണുന്ന വ്യക്തികൾ തിരിച്ചറിയും എന്താണെന്ന് അറിയാമോ? ഹൂ ഈസ് ദ മാസ്റ്റർ. ഇവൻ പിശാചിന്റെ മകനാണോ ദൈവത്തിന്റെ മകനാണോ എന്ന് ഇതിനാൽ തെളിയും എന്നാണ് യോഹന്നാൻ പറയുന്നത്. എന്നാൽ ഇതാണ് ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നത്. കൺക്ലൂഷനിലേക്ക് വരുമ്പോഴേക്കും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തികൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? അവൻ ദൈവത്തിന്, അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, റോമാലേഖനം 6:19, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ നിങ്ങളുടെ അടുത്ത് മാനുഷ്യ രീതിയിൽ പറഞ്ഞു. നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ. അന്നേരം നിങ്ങൾ ഇതിനു മുമ്പ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഫോർമർ വേ ഓഫ് ലിവിങ്, നിങ്ങളെ അടിമയാക്കി വെച്ചിരുന്ന ഈ ലോകവും അധർമ്മവും പിശാചും നിങ്ങളെ നിയന്ത്രിച്ച്, ഈ ലോകത്തിന്റെ ചിന്താഗതികൾ, ഈ ലോകത്തിന്റെ കാര്യങ്ങൾ നിങ്ങളെ നിയന്ത്രിച്ചിരുന്നത് പോലെ ഒരിക്കൽ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ ദൈവം വിടുവിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ, എക്സാക്ട്ലി അതുപോലെ തന്നെ, നിങ്ങൾ ഒരിക്കൽ പിശാചിന് സമർപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിയുടെ അടിമകളായി സമർപ്പിക്കാൻ കഴിയും. കാരണം എന്താണ്? ദൈവം പഴയ യോക്ക് ഒടിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് സമർപ്പിക്കാൻ കഴിയുന്നത്. സമർപ്പിക്കാനായിട്ടുള്ള ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് വന്നിരിക്കും. അത് നിങ്ങൾ സമർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഫലം സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. അന്നേരം ഒരു വ്യക്തി, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, വിശുദ്ധീകരണം അവന്റെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ, സാങ്ക്ടിഫിക്കേഷൻ, ഡെയിലി സാങ്ക്ടിഫിക്കേഷൻ അവന്റെ ജീവിതത്തിൽ. ഇനി നിങ്ങൾ പറയുകയാണ്, ഓക്കെ ഞാൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, വിശുദ്ധീകരണം ഞാൻ നടത്തുന്നില്ല എന്ന് പറയാണ്. എബ്രായലേഖനർത്ഥ പറയാണ്, വിശുദ്ധീകരണം കൂടാതെ ഒരുത്തൻ ദൈവത്തെ കാണുകയില്ല. അന്നേരം രക്ഷിക്കപ്പെടാത്ത അവിശ്വാസിയുടെ അതേ അവസ്ഥ തന്നെയാണ് രക്ഷിക്കപ്പെട്ട അവിശ്വാസിയുടെ. രക്ഷിക്കപ്പെട്ട അവിശ്വാസി എന്ന് ഞാൻ പറഞ്ഞത് കർത്താവിന് സമർപ്പിക്കാതെ സ്വന്തം ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന അവിശ്വാസി. അവൻ ദൈവത്തെ കാണുകയില്ല. അനേക വാക്യങ്ങൾ ഞാൻ വാക്യത്തിലേക്ക് എടുക്കാനായിട്ട് പോകുന്നില്ല. അതിലേക്ക് ഞാൻ അത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം നടക്കും.
വിശുദ്ധീകരണം നടക്കും. ഡെയിലി വിശുദ്ധീകരണം നടക്കും. കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവിന് അവനിൽ കൂടി തന്റെ വിശുദ്ധിയുടെ പ്രവർത്തനം നടന്നു. എന്നിട്ട് വിശുദ്ധീകരണം നടക്കുന്നില്ല എങ്കിൽ രണ്ട് റീസണുള്ളൂ. നിങ്ങൾ ഒരുപാട് റീസൺ ഒന്നും തപ്പിപ്പോണ്ട. നിങ്ങൾ ആൾക്കാരെ പറ്റി കുറ്റം പറയണ്ട, നിങ്ങളുടെ ഭാര്യ അങ്ങനെയാണ്, ഭർത്താവ് അങ്ങനെയാണ്, ഇന്ന കാരണമാണ് ഒന്നും പറയണ്ട. രണ്ട് കാര്യങ്ങളെ: ഒന്നുകിൽ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല, നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ല. രണ്ട്, നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടും നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ പഴയ മോഹങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. പഴയ മോഹങ്ങളുണ്ട് പലതും. ഞാനൊന്നും എക്സാമ്പിൾ ഒന്നും പറയുന്നില്ല. എക്സാമ്പിളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് പെട്ടെന്ന് പിടികിട്ടുന്നുണ്ട്, ഇല്ലെങ്കിൽ അതിലേക്ക് എക്സാമ്പിളിലേക്ക് പോകുന്നതുകൊണ്ട്. നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങളുടെ പഴയ മോഹങ്ങൾ എന്തായിരുന്നു? അത് തന്നെ ഇപ്പോഴും നിങ്ങൾ സമർപ്പിക്കുന്നുണ്ടോ? വിശുദ്ധീകരണം എന്നുള്ളത് നടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യരുത്. നടക്കുകയില്ല. എന്നാൽ അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ പിശാചിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. എന്നാൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു വ്യക്തി കർത്താവിന് തന്നെത്താൻ സമർപ്പിക്കുമ്പോൾ, ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ, ഈ ക്രൂശ് രണ്ട് കാര്യം എപ്പോഴും ദൈവവാനം കണ്ടിന്യൂസായിട്ട് പറയുന്നത് ഇതുകൊണ്ടാണ്. ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കുമ്പോൾ അവനിൽ കൂടി ദൈവത്തിന്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അവന്റെ വീട്ടിലാണെങ്കിലും, അവന്റെ ജോലിസ്ഥലത്താണെങ്കിലും, അവന്റെ രഹസ്യ ജീവിതത്തിലാണെങ്കിലും വിശുദ്ധീകരണം ഗ്രാജുവലായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവൻ കർത്താവിന്റെ സ്വഭാവത്തിനോട് അനുഭവപ്പെടുന്നു. അവൻ ദൈവസഭയുടെ ഭാഗമായി ആ വിശുദ്ധിയിൽ വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് പ്രോസസ്. അതാണ് യഥാർത്ഥത്തിൽ കനാനിലുള്ള ജീവിതം. ഇത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു വന്നത്. നമുക്ക് യോഹന്നാന്റെ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറയാണ്, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ, ഈ ദൈവമക്കളായി തീർന്നവൻ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ എന്ത് ചെയ്യുന്നു? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ വെളിച്ചത്തിൽ നടക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വെളിച്ചത്തിൽ ബോധ്യം കൊടുക്കുന്നു. അവൻ പാപങ്ങളെ ശുദ്ധീകരിക്കുന്നു. അവന്റെ ജീവിതത്തിൽ വീഴ്ച വന്നാൽ ഇമ്മീഡിയറ്റ്ലി അവൻ കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധീകരിച്ച് മുമ്പോട്ട് കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ പാപത്തിൽ തുടരുന്നില്ല. ഹി ഈസ് നോട്ട് പ്രാക്ടീസിങ് സിൻ. പാപം ചെയ്യുന്നവൻ അവനെ കണ്ടിട്ടില്ല, അവനെ അറിഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനിരിക്കുന്നത് പോലെ നീതി പ്രാക്ടീസ് ചെയ്യുന്നവനാണ് ദൈവത്തിന്റെ മകൻ. അടുത്ത വാക്യത്തിൽ പറയാണ്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ ദൈവത്തിന് പ്രത്യക്ഷനായി. എന്നിട്ട് പറയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപത്തിൽ തുടരുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നതിനാൽ അവന് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നതുമില്ല. എന്നിട്ട് പറയാണ്, ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നീതി പ്രവർത്തിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ ദോസ് ഹു ഡസ് നോട്ട് പ്രാക്ടീസ് റൈച്ചസ്നസ്. ഞാൻ വീണ്ടും പറയട്ടെ, മനുഷ്യന്റെ പ്രാക്ടീസ്, മനുഷ്യന്റെ നീതിയല്ല, മനുഷ്യന്റെ നീതി പ്രവൃത്തിയല്ല. യേശു ക്രിസ്തു ഒരു വ്യക്തിയിൽ വസിച്ചുകൊണ്ട് അവനിൽ കൂടി ഉണ്ടാകുന്ന ഫ്രൂട്ട് എന്ന നീതി, വിശുദ്ധീകരണം എന്ന ഫലം, അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ ഹീസ് നോട്ട് എ ചൈൽഡ് ഓഫ് ഗോഡ്. അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, അവൻ പിശാചിൽ നിന്നുള്ളവനാണ് ഒന്നുകിൽ. അല്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ പോലും പിശാചിന് തന്റെ ആയുധങ്ങളെ സമർപ്പിക്കുന്നവനാണ്. തന്റെ കണ്ണിനെയും കയ്യിനെയും കാലുകളെയും ചിന്തകളെയും പിശാചിന് സമർപ്പിക്കുന്നവനാണ്. അവൽ കൂടി വെളിപ്പെടുന്നത് പിശാചിന്റെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. ആർക്കും വഞ്ചിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ പ്രത്യേകിച്ച് വഞ്ചിക്കാൻ കഴിയത്തില്ല. ഇത് വെളിപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പാപത്തിന്റെ ദാസനായിരുന്നു ഒരിക്കൽ, എന്നാൽ കർത്താവിന്റെ സുവിശേഷം നിങ്ങളുടെ ചേരുവരികയാണ്. ആ സുവിശേഷം എന്താണെന്ന് അറിയാമോ? പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ യു ക്യാൻ ബി ഫ്രീ ഫ്രം ദ സ്ലേവറി ഓഫ് സിൻ. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടി നിങ്ങളെ ഫ്രീ ആക്കിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ദൈവത്തിന് നിങ്ങളെ സമർപ്പിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ കൂടി കർത്താവിന്റെ നീതി മാനിഫെസ്റ്റ് ചെയ്യും. നിങ്ങളുടെ നീതിയല്ല, ദൈവത്തിന്റെ നീതി മാനിഫെസ്റ്റ് ചെയ്യും. ദൈവത്തിന്റെ നീതി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയാണ്, ഹീസ് ഫ്രം ഗോഡ്, ഹീസ് എ ചൈൽഡ് ഓഫ് ഗോഡ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദൈവത്തിന്റെ മകനാണെന്ന് പറയാം, പക്ഷെ തെളിയിക്കപ്പെടത്തില്ല. അതുകൊണ്ടാണ് പ്രവൃത്തിയാണ് ഈ കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നേരം അതിന്റെ കണ്ടിന്യൂസ് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നീതി പ്രവർത്തിക്കാത്തവൻ, ദൈവത്തിന്റെ റൈച്ചസ്നെസ് മാനിഫെസ്റ്റ് ചെയ്യാത്തവൻ, സഹോദരനെ സ്നേഹിക്കാത്തവൻ. രണ്ട് കാര്യത്തിലൂടെ ഒരുമിച്ച് വരികയാണ്. സഹോദരൻ ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ അവന്റെ കണ്ടക്ട് എങ്ങനെയാണ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവന്റെ കണ്ടക്ട് എങ്ങനെയാണ്.
ഈ കാര്യങ്ങളെയാണ് ശരിക്കും നമ്മൾ കർത്തൃമേശയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, കർത്തൃമേശയിലും സ്നാനത്തിലും. ഞാൻ ഇതിനു മുമ്പ് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിലേക്ക് ഒരുവൻ കുഴിച്ചിടപ്പെടുമ്പോൾ നടക്കുന്നതാണെങ്കിൽ അത് ജലത്തിൽ ഒരുത്തൻ സാക്ഷീകരിക്കും. നിങ്ങൾ പറഞ്ഞേക്കാം ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞേക്കാം. എന്നാൽ നിങ്ങൾ ജലത്തിൽ സാക്ഷീകരിച്ചപ്പോൾ നിങ്ങൾ ഇത് തന്നെയാണ് സാക്ഷീകരിച്ചത്. ഇനി സഹോദരനെ സ്നേഹിക്കാത്തവൻ, നീതി പ്രാക്ടീസ് ചെയ്യാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല പിശാചിൽ നിന്നുള്ളവനാണ് ദൈവം പറഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കർത്തൃമേശ എന്ന ആ ഒരു ചടങ്ങ് ദൈവം വെച്ചിരിക്കുന്നത് ഇതിനെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടാണ്. യു പ്രാക്ടീസിങ് റൈറ്റസ്നസ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ, സഹോദരന്മാരുടെ ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ നീതി പ്രാക്ടീസ് ചെയ്യുന്നവരാണ് കർത്തൃമേശയിലേക്ക് കടക്കേണ്ടത്. അല്ലാത്ത വ്യക്തികൾ കർത്തൃമേശയിൽ കടക്കാനായിട്ട് പാടില്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്തൃമേശ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ കർത്തൃമേശയ്ക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് വിശുദ്ധനാവാനായിട്ട് കഴിയത്തില്ല. വിശുദ്ധനായവൻ, പ്രാക്ടീസ് ചെയ്യുന്നവൻ അതിന്റെ പ്രോസസ്സായിട്ട് കർത്തൃമേശ എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. നിങ്ങൾക്ക് സ്നാനപ്പെടാൻ വേണ്ടിയിട്ട് വീണ്ടും ജനിക്കാൻ കഴിയത്തില്ല, അല്ലെ? വീണ്ടും ജനിച്ചത് കൊണ്ട് അത് സ്നാനത്തിൽ കൂടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കർത്തൃമേശ അടുത്ത ആഴ്ച ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ ആഴ്ച വിശുദ്ധനായിട്ട് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. നിങ്ങൾ വിശുദ്ധനായിട്ട് ജീവിക്കുകയാണെങ്കിൽ, നീതി പ്രാക്ടീസ് ചെയ്യുന്നവനാണ് എങ്കിൽ, കർത്താവിന്റെ അടുത്ത് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരിച്ച് നടക്കുന്നവനാണ് എങ്കിൽ, നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ചടങ്ങ് മാത്രമാണ് കർത്തൃമേശ. അല്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ കർത്തൃമേശ വരുമ്പോഴേക്കും നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് പെട്ടെന്ന് കർത്തൃമേശ എടുത്തിട്ട് പോകാനായിട്ട് ഉള്ള ചടങ്ങല്ല. ഞാൻ തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടി പറയാം. നേരം ഞാൻ പറഞ്ഞ 2 ചടങ്ങുകളും ദൈവം വെച്ചിരിക്കുന്ന 2 ട്രൂത്തിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, ക്രൂശിൽ യേശുക്രിസ്തു ചെയ്ത കാര്യം. 2, ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനെ